പ്രേമ, ഈ പാകിസ്ഥാൻ്റെ മുൻ ക്രിക്കറ്റ് താരം ഷൊയ്ബ് അക്തറിൻ്റെ സഹോദരൻ്റെ മരണം, അതുമായി ബന്ധപ്പെട്ട ആ ചടങ്ങിൽ ചില മത തീവ്രവാദികൾ പങ്കെടുത്തതായിട്ടൊക്കെയുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. എന്താണ് സംഭവം? ഇത് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? പാകിസ്ഥാൻ്റെ പേസ് ബോളർ, ഒരു കാലത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ബൗളിംഗ് നിരയെ, പേസ് ബൗളിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിച്ച ഒരാളാണ് ഷോയിബ് അക്തർ. നല്ല ബോഡി ലാംഗ്വേജ് ഒക്കെയുള്ള അതിവേഗതയിൽ പന്തെറിയുന്ന ഒരു കക്ഷിക്കാരൻ. പക്ഷേ അദ്ദേഹം വിരമിച്ചതിന് ശേഷം നമ്മുടെ ഹർഭജൻ സിംഗുമായിട്ടൊക്കെ ചില ഉടക്കുകളൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളും ഇന്ത്യയോടുമൊക്കെ പൊതുവെ സൗഹൃദമുള്ള ഒരു കളിക്കാരൻ കൂടിയാണ്, അതുകൂടി പറയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ, ഷോയിബ് അക്തറിൻ്റെ സഹോദരൻ ഷാഹിദ് അക്തർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ, ഈ ഷോയിബ് അക്തറിൻ്റെ ചെറുപ്പകാലത്ത് ക്രിക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പരിശീലകൻ്റെ റോളിൽ ഉണ്ടായിരുന്ന ഒരു കക്ഷി കൂടിയാണ്. അപ്പോൾ ഷോയിബ് അക്തറിനെ ഈ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നു. ഇസ്ലാമാബാദിലാണ് മരണാനന്തര ചടങ്ങുകൾ നടന്നത്. അപ്പോൾ അവിടെ ഈ ലഷ്കർ ഇ തോയ്ബ, അത് ഒരു ഭീകര സംഘടനയാണ്. ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും അടക്കം അതിനെ ഭീകരവാദ സംഘടനയായിട്ട് മുദ്ര ചാർത്തിയിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പൊതുവേദിയിൽ ആ ഒരു ലേബലിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല, അവകാശപ്പെടാനോ. അത് പ്രശ്നമാണ്. ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് പോലും അതൊരു പ്രശ്നമാണ്. കാര്യം ഔദ്യോഗികമായിട്ട് ഭീകരവാദ സംഘടനയുടെ ഒരു അങ്ങനെ മുദ്ര ചാർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേരിൽ അവർക്ക് സമൂഹ മധ്യത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? മറ്റൊരു പേരിൽ അതിനെ അങ്ങ് അവതരിപ്പിക്കും. ആ പേരാണ് PMML, പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ്. അതായത് ലഷ്കർ ഇ തോയ്ബയുടെ പൊളിറ്റിക്കൽ പാർട്ടി വെർഷൻ, രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പതിപ്പ്, അതാണ്. അപ്പോൾ അതിൻ്റെ ചില നേതാക്കൾ, അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഇമാം ഉർ റഹ്മാൻ കംബോ, പിന്നെ അവിടുത്തെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി അബ്ദുള്ള തൂർ, പിന്നെ PMMLൻ്റെ സോണൽ ജനറൽ സെക്രട്ടറി ഹഫീസ് ഉമർ, പിന്നെ ഖിദാമത്ത് കമ്മിറ്റിയുടെ ചെയർമാൻ അംജദ് ഭട്ടി. അപ്പോൾ ഇവരാണ് ഈ മരണാനന്തര ചടങ്ങുകൾ. ഇവരടക്കം വേറെ കുറേ അധികം പേരുണ്ട്, എന്നാൽ മുൻനിര നേതാക്കളുടെ പേര് മാത്രമാണ് ഈ പുറത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇവരാണ് ഈ മരണശേഷമുള്ള പ്രാർത്ഥന അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് നേതൃത്വം കൊടുത്ത് അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വലിയ അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതെ, മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു, ചിത്രങ്ങളും അതിന്റെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നു, വീഡിയോ സഹിതം. അപ്പോൾ ഇതിന് ശേഷം ഇവരെന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, അതിനെക്കുറിച്ച് ഷോയിബ് അക്തർ ഏതായാലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമോ പ്രതിരോധ മന്ത്രാലയമോ അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ പ്രസക്തമായൊരു പ്രതികരണം ഇന്ത്യ നടത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ഇത് വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം പാകിസ്ഥാനെക്കുറിച്ച് സമൂഹ മധ്യത്തിലുള്ള ഒരു പൊതു ആക്ഷേപം, അവർ ഈ ഭീകരവാദത്തെ വളരെ വളം വെച്ചു കൊടുക്കുന്നു, വളരെ പ്രോത്സാഹിപ്പിക്കുന്നു. പാകിസ്ഥാനിലെ പൊതുവേദികളിൽ ഭീകരവാദ സംഘടനകൾക്ക് കിട്ടുന്ന സ്വീകാര്യതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. കാരണം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മളവിടെ പിന്നെ ഭീകരവാദ താവളങ്ങൾ ആക്രമിച്ച് ഏതാണ്ട് 50 അധികം പേർ കൊല്ലപ്പെട്ടിരുന്നു ആ സമയത്ത് ഭീകരവാദ താവളങ്ങളിലുള്ള. അപ്പോൾ അവരുടെ മരണാനന്തര ചടങ്ങിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവികളടക്കം പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ മരിച്ചു കിടക്കുന്നവരെ പാകിസ്ഥാന്റെ ദേശീയ പതാക പുതപ്പിച്ച സംഭവം വരെ ഉണ്ട്. മരണപ്പെട്ടത് ഭീകരവാദികളാണ്, പക്ഷെ അവർക്ക് കിട്ടിയ ആ ഒരു പ്രാധാന്യം ശരിയാണ്. അപ്പൊ ഈ പറയുന്ന ഈ ഷോയിബ് അക്തറിന്റെ സഹോദരന്റെയും മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ഈ ഞാൻ നേരത്തെ പറഞ്ഞ പേരുകാരെല്ലാം തന്നെ നമ്മുടെ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ലഷ്കർ ഇ തോയ്ബയുടെ നേതാവ് ഹാഫീസ് സയ്യിദ്, അയാൾ ആഗോള ഭീകര പട്ടികയിലുള്ളൊരു കക്ഷിയാണ്. ഈ ഹാഫീസ് സയ്യിദിൻ്റെ ഉറ്റ അനുയായികളാണ് ഇവരെല്ലാവരും. മനസ്സിലായി. അപ്പോൾ ഈ നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ ഹാഫീസ് സയ്യിദിൻ്റെ ബന്ധുക്കളും അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അവരുടെ അടക്കം മരണാനന്തര ചടങ്ങിലാണ് ഈ പാകിസ്ഥാൻ്റെ സൈനിക നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അടക്കം പോയി നിന്ന് ദേശീയ പതാക അടക്കം പുതപ്പിച്ചുകൊണ്ടുള്ള സംഗതി ഉണ്ടായത്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പും പാകിസ്ഥാനിൽ ഇതേപോലെ ഭീകരവാദ സംഘടന ഉള്ളവർ പൊതുവേദികളിൽ ഇതേപോലെ മുമ്പും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾക്ക് പറയാം. 2026 മെയ്യിൽ ഇസ്ലാമാബാദിലെ അർബദർ അഞ്ജുമത് ഗുൽസാർ ദാറിൻ്റെ ഒരു ഇതേപോലൊരു മരണാനന്തര ഇതുണ്ടായിരുന്നു, ശവസംസ്കാര ചടങ്ങ്. അയാൾ ഒരു ഭീകരവാദിയാണ്.
അപ്പോൾ അതിൽ ഹിസ്ബുൾ മുജാഹിദിൻ്റെ കമാൻഡർ സെയ്ഫ് സലാഹുദ്ദീനും അൽബദർ ബക്കീദ് സമീർ ഖാൻ തുടങ്ങിയ ഭീകരവാദികളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ഇവരൊക്കെ നോട്ടപ്പുള്ളികളായ പിടികിട്ടാപ്പുള്ളികളായിട്ടുള്ള ഭീകരവാദികളാണ്. പിന്നെ സെയ്ഫുള്ള കസൂരി തുടങ്ങിയ, അതേപോലെ സെയ്ഫുള്ള കസൂരി എന്ന് പറയുന്നത് ഇന്ത്യ തലയ്ക്ക് വിലയിട്ടേക്കുന്ന ഒരു ഭീകരവാദിയാണ്. കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ആസൂത്രകനായിട്ട് കരുതപ്പെടുന്ന ഒരാളാണ്. ഇയാൾ അടക്കമുള്ളവർ ഈ കാശ്മീർ സോളിഡാരിറ്റി ഡേ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഫെബ്രുവരിയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. ഈ കാശ്മീരിൻ്റെ വിമോചനം, സ്വാതന്ത്ര്യം ആണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പാക് അധീന കാശ്മീരിൽ ഈ സെയ്ഫുള്ള കസൂരി അടക്കം ഹാഫിസ് സയ്യിദിൻ്റെ അനുയായികളും മസൂദ് അസറിൻ്റെ അനുയായികളും അടക്കമുള്ളവർ ഇവിടെ ഒത്തുകൂടിയ സംഭവം കൂടെ ഉണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമുണ്ട്. ഈ ഹാഫിസ് സയ്യിദ്, മസൂദ് അസർ, അതേപോലെ ദാവൂദ് ഇബ്രാഹിം തുടങ്ങിയവരെയൊക്കെ ഈ പാകിസ്ഥാൻ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരവിടെ സുരക്ഷിതമായി കഴിയുന്നുണ്ട്. അവരടക്കം വേറെയും കുറേ പേരുണ്ട് കേട്ടോ. അവരെയൊക്കെ ഇവരെ വിട്ടുകിട്ടണമെന്നുള്ളൊരു ആവശ്യം ഇന്ത്യ കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ പോലും ഇവർ ഈ പാകിസ്ഥാൻ്റെ പൊതുവേദികളിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ, അതായത് ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ അടക്കം നോമിനികളായിട്ടുള്ളവർ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രചരണത്തിനിറങ്ങി പൊതുമധ്യത്തിൽ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള അനുഭവങ്ങൾ വരെ നമ്മൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സാധാരണഗതിയിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ ക്രിക്കറ്റ് താരങ്ങളടക്കമുള്ളവർ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്താറുള്ള ഒരു സംഗതിയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ നമ്മുടെ ഷോയിബ് അക്തറിൻ്റെയൊക്കെ അയാൾ വിരമിച്ചതിന് ശേഷം ഈ ക്രിക്കറ്റ് കമൻറ്റേറ്ററായിട്ടൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യ എടുത്തൊരു നടപടികളുടെ ഭാഗമായിട്ട് ഈ ഷോയിബ് അക്തറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ത്യയിൽ നിരോധനം വന്നിരുന്നു. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നപ്പോൾ ഇദ്ദേഹം വിവാദപരമായ ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിനെ ഒരു സൈനിക നടപടി, ഇവിടെ നടത്തിയ ഭീകരാക്രമണത്തിൻ്റെ ഒരു തിരിച്ചടി എന്ന നിലയിൽ കണ്ടെങ്കിൽ അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് പാകിസ്ഥാനെതിരെ നടത്തിയ യുദ്ധം എന്ന രീതിയിലാണ്. അപ്പോൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് വലിയ ആവേശമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കമൻറ്റേറ്റർ എന്ന നിലയിൽ അതിനെ മറുപടി കൊടുത്തത് ഒരു യുദ്ധത്തിന് ശേഷമുണ്ടായ ഒരു മത്സരം എന്ന നിലയിൽ ആളുകളിൽ അതിൽ വലിയ ആശങ്കയുണ്ടാകാം, ആളുകൾക്കിടയിൽ ആ ഒരു ആശങ്കയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കളി കാണാൻ ആളുകൾ വരാത്തത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതേപോലെ ഇദ്ദേഹം മറ്റ് ചില പ്രസ്താവനകളോട് നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഇന്ത്യ പാകിസ്ഥാൻ കളിക്കാർ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ സമയത്ത് മത്സരത്തിന് മുമ്പ് അതിന് ശേഷവും ഹസ്തദാനം ചെയ്യുന്നത് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ അതിന് ഇന്ത്യക്കാരെ പരിഹസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ കളിക്കാരെ വിമർശിച്ചുകൊണ്ട് ഷോയിബ് അക്തർ പറഞ്ഞത് കളിക്കളത്തിൽ മാന്യത കാണിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ BCCI അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, ഈ പണക്കാരൻ കുട്ടി, ഈ സാധാരണ ചില കോളനികളിൽ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ പണക്കാരനായ ഒരു കുട്ടി വന്നിട്ട് തൊട്ടടുത്ത അയൽക്കാരെയെല്ലാം, പാവപ്പെട്ട അയൽക്കാരെയൊക്കെ വിളിച്ചു വരുത്തി കൂടെ കളിക്കും. പക്ഷേ അവരുമായിട്ട് കളിക്കുമ്പോഴും താൻ തന്നെ ജയിക്കണം എന്നുള്ളൊരു നിലപാട് ഉള്ള പണക്കാരൻ കുട്ടിയുടെ മാനസികാവസ്ഥയിലാണ് BCCI ക്രിക്കറ്റ് കളികൾ. അതുപോലെ പറയുമ്പോൾ ഈ മത്സരം ഫൈനലിന് ശേഷം കപ്പ് കൊടുത്തില്ലല്ലോ ഈ പാകിസ്ഥാന്റെ, അത് വേറെ സംഭവം. അത് പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്നു ഈ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന സൂര്യകുമാർ യാദവാണ് ട്രോഫി വാങ്ങേണ്ടിയിരുന്നത്. പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രിയിൽ നിന്ന് കപ്പ് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ കൈ കൊടുക്കാൻ വിസമ്മതിച്ചത് സാധൂകരിക്കപ്പെട്ടു പോലും, ടീം അംഗങ്ങൾ തമ്മിൽ പോലും കൈ കൊടുത്തില്ലല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അതിന് ചെല്ലാതിരുന്നത്. അത് വലിയ വിവാദമായി. ഇദ്ദേഹം കപ്പ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയിൽ പോയി എന്നൊക്കെയാണ് വാർത്ത. അപ്പോൾ ഈ രീതിയിൽ ഇദ്ദേഹം ഷോയിബ് അക്തർ വീണ്ടും ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് കോൺട്രവേഴ്സലി യുവേഴ്സ് എന്നാണ്. അപ്പോൾ അതിൽ പറഞ്ഞത് സച്ചിനും ദ്രാവിഡും പോലെയുള്ള ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഉള്ള രണ്ടുപേരാണ്. അപ്പോൾ അവർ ഫാസ്റ്റ് ബോളിങ്ങിനെ കളിക്കാൻ ഭയപ്പെട്ടിരുന്ന കളിക്കാരാണ് എന്ന തരത്തിൽ ഇദ്ദേഹം ആത്മകഥയിൽ
എഴുതി വെച്ചിട്ട് കൂടിയുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ചില വിവാദങ്ങളിലൂടെ പോയിട്ടുള്ള ഒരു കക്ഷി കൂടിയാണ്. അതെ, അല്ല കളിക്കുന്ന സമയത്തും വിവാദങ്ങളിൽ പെടുന്ന ആള് തന്നെയാണ് ഇദ്ദേഹം. അത് പരസ്പരമുള്ള ചീത്ത വിളിയും അതേപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന. അപ്പൊ നിലവില് ഈ പറയുന്ന കക്ഷി, ഈ ഷോയിബ് അക്തർ സ്വന്തം സഹോദരന്റെ മരണാനന്തര ചടങ്ങില് ഈ ഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധമുള്ളവർ വന്നതിനെ അതിന് വിശദീകരണം തരാനോ അല്ലെങ്കിൽ അതിലെന്താ വാസ്തവം എന്തെന്ന് പറയാനോ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഏതെങ്കിലും ഒരു പ്രതികരണം നടത്തിയതായിട്ട് അറിവില്ല. പക്ഷേ സമൂഹ മധ്യത്തിൽ ഒരു തെളിവ്, പുതിയതായിട്ടൊരു തെളിവ് കൂടി വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ പൊതു ഇടത്തിൽ ഭീകരവാദ സംഘടനകൾക്കൊക്കെ വലിയ സ്വീകാര്യത ഇപ്പോഴും ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും ശേഷവും അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ സംഭവം തെളിയിക്കുന്നത്.